നീ എന്തിനാടി അവിടേക്ക് കെട്ടി എഴുന്നള്ളി കൂടെ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അത് അമ്മ അറിയേണ്ട കാര്യമല്ല. രമ്യേ, അമ്മ അറിയാത്തതായിട്ടെ ഒന്നും ഇവിടെ വേണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം അമ്മയ്ക്ക് അറിയാലോ. എന്ത്? ആ രാജുവിനെ തന്നെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചാണോ നീ ഇപ്പോഴും ജീവിക്കുന്നേ? അതെ. നിനക്ക് ഭ്രാന്താണോ രമ്യേ? നീ എന്താ ഇങ്ങനെ? എടി, കൊള്ളാവുന്ന ഒരു ജോലിയും കൂലിയും ഉള്ളവനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഒന്ന് കെട്ടിയവരെ പിറകെ നടക്കുന്ന നിന്നെ ഞാൻ എന്ത് പറയാനാ? എന്റെ തലവിധി ദൈവമേ, ഇപ്പൊ തന്നെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിന്നെ ആ വീടിന്റെ പരിസരത്ത് കണ്ടെന്ന് എന്നോട് എത്ര പേര് പറഞ്ഞെന്ന് നിനക്കറിയോ? പറയുന്നവരെ അങ്ങനെ പലതും പറയും. ഇത് അവരുടെ ജീവിതമല്ലല്ലോ, എന്റെ ജീവിതമല്ലേ. അപ്പൊ എന്റെ ജീവിതം എങ്ങനെ വേണോന്ന് ഞാൻ തീരുമാനിക്കും. രമ്യ, നീ വെറുതെ നിന്റെ ജീവിതം അവന്റെ പുറകെ നടന്ന് പാഴാക്കരുത്. മോളെ, എനിക്ക് നിന്റെ കാര്യം ഓർത്ത് നല്ല വിഷമമുണ്ട്. അമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല. എന്ത് ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലാന്ന്? അമ്മേ, ഈ രാജു ഋതികയും ശരിക്കും വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാത്തോണ്ടാണല്ലോ അവരൊരുമിച്ച് ജീവിക്കുന്നതും ഋതികയുടെ അച്ഛൻ മന്ത്രി വർമ്മ സാറ് അവരവരുടെ വീട്ടിൽ കയറ്റിയതും. നിന്നെ ശരിക്കും പറഞ്ഞ വല്ല ഹോസ്പിറ്റലും കാണിച്ച് ചികിത്സിക്കേണ്ട സമയമായി. അമ്മേ, അമ്മയ്ക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സമയാവുമ്പോ ഞാൻ എല്ലാം വ്യക്തമാക്കി തരാം. എനിക്ക് നീ പറയുന്നതൊന്നും കേക്കണ്ട. ഞാൻ നിനക്ക് നല്ലൊരു ചെറുക്കനെ അന്വേഷിക്കാൻ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ദേ, അമ്മ വെറുതെ ആവശ്യമില്ലാത്തിന് നിക്കല്ലേ. അമ്മയ്ക്ക് അറിയാലോ, രമ്യക്ക് ഒരു വാക്കേ ഉള്ളൂ, ഒരു തീരുമാനമേ ഉള്ളൂ. രമ്യ ഒരാളെ മനസ്സിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളോടൊപ്പം മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. അമ്മ വെറുതെ എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് രാജുവിന് മാത്രമായിരിക്കും. എടി, അപ്പൊ ഋതികയോ? അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഋതിക രാജുവിന്റെ ഭാര്യ അല്ല. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെല്ലാം അമ്മയ്ക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. എന്റെ ദൈവമേ, ജീവൻ നൽകാനുള്ള കഴിവ് അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മാഡം കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാഡത്തിന് എന്ത് ആപത്ത് വന്നാലും ഈ രാജുവിനെ വിളിക്കാം. ഏത് സമയത്താണെങ്കിലും മാഡത്തിന്റെ ഒരു വെളിപ്പാടകലെ ഈ രാജു ഉണ്ടാവും. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഏതവസ്ഥയിൽ നിന്നാണെങ്കിലും മാഡത്തെ ഞാൻ രക്ഷിക്കും. ഇത് രാജുവിന്റെ വാക്കാ. രാജു ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഞാൻ സ്നേഹിച്ച ആ പഴയ രാജു അല്ല ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. രാജുവിന് എന്നോടുള്ള കരുതലും പരിഗണനയും ഞാൻ പ്രണയമായി തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണയിൽ നിന്ന എല്ലാത്തിനും ആരംഭമായത്. ആഗ്രഹിച്ചതും ആഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ ഒഴുക്ക് ഇനി എങ്ങോട്ടായിരിക്കും? പാതി വഴിയിൽ രാജു എന്നെ ഉപേക്ഷിക്കോ? ഇതെന്തു പറ്റി? ഋതിക മേഡം എന്തിനാ ഇങ്ങനെ പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന? ഒന്നുമില്ല രാജു,
ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന? എന്താ ഇപ്പൊ മാഡത്തിന്റെ പ്രശ്നം? രാജു, രാജു ഉറങ്ങിക്കോ. ദീപകേ, പ്രതാപൻ ലാൻഡ് ചെയ്തോടാ? അമ്മാവൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടമ്മേ. ഓൺ ദ വേ. ആ, ഇവിടെ എത്താനുള്ള സമയമായി അമ്മേ. ആണോ? ഉം. യാമിനി, യാമിനി. എന്താ ചേച്ചി? അതെ, നീ ഇങ്ങോട്ട് വന്നേ. പിന്നെ പ്രതാപൻ വരാൻ സമയായി. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രതാപനോട് പറയണ്ടേ? എന്ത് കാര്യം ചേച്ചി? ഓ, നീ അങ്ങ് മറന്നു പോയോ പൊന്നി യാമിനി? രാജുവും ഋതികയും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് പ്രതാപനോട് പറയണ്ടേ? ചേച്ചി, അത് യാമിനി, നീ വെറുതെ വേഷം കെട്ടെടുക്കരുത്. ഉള്ള സത്യം നീ പ്രതാപനോട് തുറന്നു പറയുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാലോ, പ്രതാപൻ എങ്ങനെയെങ്കിലും ഈ സത്യം അറിയും. അന്ന് നിനക്ക് ഈ സത്യം അറിയാമായിരുന്നു എന്ന് ഞാൻ പ്രതാപനോട് പറഞ്ഞു കഴിഞ്ഞാലേ നിന്നോട് പ്രതാപനുള്ള എല്ലാ മമതയും ഇല്ലാതെയാവും. നീ ആലോചിക്കേ. ദേ, ഒരുപാട് സമയമില്ല. പ്രതാപന്റെ ഇപ്പൊ ഇവിടെ എത്തും. എന്താ യാമിനി? എന്താടാ, നിന്റെ ഭാര്യയോട് എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തു പക്ഷേ? അല്ല, യാമിനിയെ ചേച്ചി എന്തോ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഭീഷണിപ്പെടുത്താനോ? ഞാനോ? എടാ, ഞാൻ എന്തിനാടാ യാമിനിയെ ഭീഷണിപ്പെടുത്തുന്നേ? അല്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി. അങ്ങനെയൊന്നും ഇല്ലടാ. പ്രതാപ, യാത്രയൊക്കെ സുഖമായിരുന്നോടാ? സുഖമായിരുന്നു ചേച്ചി. നീ ഇവിടെ നിക്കേ. യാമിനി, രാജു ഋതിക എത്തിയോ? ആ, പുറപ്പെട്ടിട്ടുണ്ട്. എവിടെയെല്ലാം പോയി വന്നതാ. എന്തൊക്കെ കണ്ണു കിട്ടി കാണുമെന്ന് അറിയില്ലല്ലോ. ദീപകേ, നീ ഇത് കൊണ്ടുപോയി അവിടെ പുറത്തു വയ്ക്കേ. ചേച്ചി, അതിങ്ങ് തന്നേക്ക്. ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ട, അത് സാരമില്ല. ദീപക് ചെയ്തോളൂ. ഞാനോ?
പോടാ ചെല്ല്. ശരി അമ്മേ. അമ്മാവ, യാത്രയെല്ലാം സുഖമായിരുന്നോ? സുഖമായിരുന്നു ദീപക്കെ. ശരി അമ്മാവ. ചേട്ടാ, ഡൽഹി പോയിട്ട് എന്തൊക്കെയായിരുന്നു പാർട്ടി തീരുമാനങ്ങൾ? ആ, ഇലക്ഷനിൽ എന്തായാലും ഇത്തവണ നമ്മൾ ജയിക്കുമെന്നും ഭരണം പിടിക്കുമെന്നും 100% അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇലക്ഷന് ശേഷമുള്ള കുറച്ച് പദ്ധതികളും മുൻകൂട്ടിയുള്ള ചില പ്ലാനുകളും ഒക്കെ തന്നെ ആയിരുന്നു ചേര. പ്രതാപ, അടുത്ത തവണത്തെ നിന്റെ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യം? അതിനൊന്നും ഒരു മാറ്റവും ചേച്ചി. അതൊക്കെ അവര് നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളല്ലേ. പിന്നെ ബാക്കി ജനവിധി, അത് വന്നതിന് ശേഷം എല്ലാം പഴയതുപോലെ തന്നെ. വിദ്യാഭ്യാസ വകുപ്പാണല്ലോ ഞാൻ കൈകാര്യം ചെയ്തോണ്ടിരുന്നത്. മറ്റൊരു വകുപ്പ് ആഭ്യന്തരം. അത് ചിലപ്പോ കൈകളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സന്തോഷം മോനെ. നിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണണമെന്നാ ചേച്ചിയുടെ ആഗ്രഹം. അതിനെല്ലാം സമയമുണ്ടല്ലോ ചേച്ചി. യാമിനി, നിനക്കെന്തോ പ്രതാപനോട് പറയണോന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ എന്താന്ന് വെച്ചാ? ചേച്ചി അത് ആ, യാമിനി എന്നെ വിളിച്ചിരുന്നു അല്ലേ? തിരിച്ചു വിളിക്കാമെന്ന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ വിളിക്കാൻ പറ്റിയില്ല. സോറി. അല്ല, എന്താ യാമിനി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? അത്യാവശ്യമൊന്നുമില്ല പ്രതാപേട്ട. ശേഖരേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. ആ, എന്താ ശേര? ചേട്ടാ, അത് മില്ലിലൊരു കാര്യം സംസാരിക്കാനായിരുന്നു. എന്റെ ഫോൺ ഓഫായിരുന്നു. അതാ ഞാൻ യാമിനിയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. ചേട്ടനൊരു കാര്യം ചെയ്യ്, പോയി റെസ്റ്റ് എടുക്ക്. നമുക്കത് പിന്നീട് സംസാരിക്കാം. ചേട്ടന് നല്ല യാത്രാക്ഷീണം കാണില്ലേ? ചെല്ല് ചേട്ടാ, ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക്. നമുക്കത് പിന്നീട് സംസാരിക്കാം. ഞാൻ വിളിച്ചപ്പോൾ അത്യാവശ്യമായിരുന്നു, പക്ഷെ ഞാനത് പരിഹരിച്ചു. ശരി. എടാ, നീ നിന്നേ. അപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാണല്ലേ? എന്താടാ നീ തലകുനിച്ച് നിൽക്കുന്നേ? നീ നിന്റെ ഭാര്യയുടെ കൂടെ കൂടിയോ? ഞാൻ അന്ന് ന്യായത്തിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൂ ചേച്ചി. ശേഖര, ന്യായോ അന്യായോ ഒന്നും നീ എന്നോട് പറയരുത്. ഞാൻ നിന്റെ ചേച്ചിയാ, അംബിക. അത് നീ മറക്കരുത്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടത്താനുള്ള കഴിവ് എനിക്കുണ്ട്. നിങ്ങളെ കൊണ്ട് ഞാൻ പ്രതാപനോട് പറയിപ്പിക്കൂന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയിച്ചിരിക്കും. അതില് ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്താ എന്തു പറ്റി ശേഖരൻ സാറേ? എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല രാജു. എന്തു പറ്റി ചെറിയമ്മേ? വർമ്മ സാറ് വന്നോ? പുറത്ത് കാറ് കിടക്കുന്നു. ചേട്ടൻ വന്നു രാജു. ചേട്ടൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. ഓ, ശേഖരൻ സാറേ, പുറത്ത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അതിനെന്താ രാജു? യാമിനി, മോളെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ശരി, മോള് വാ. രാജു വാ. ആ, നടക്ക. വരും സാർ. അമ്മായി അമ്മാവനോട് പറഞ്ഞില്ല അല്ലേ? ഇല്ലടാ, അവളും നിന്റെ ചെറിയമ്മാവനും കൂടി എല്ലാം മറച്ചു വെക്കാനുള്ള ശ്രമത്തിലാ. എത്ര നാൾ മറച്ചു വെക്കും അമ്മേ? സത്യം എന്നാണെങ്കിലും പുറത്തു വരും. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇല്ലടാ, അങ്ങനെ ഞാൻ യാമിനെ വെറുതെ വിടൂന്ന് അവള് വിചാരിച്ച അത് അവക്ക് തെറ്റി. ശേഖരനല്ല, ഇനി അവൾ ആരെ കൂട്ടുപിടിച്ചാലും ശരി, അവളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. രാധമേ, രാധമേ,
ഇവിടെ ആരുമില്ലേ? എന്താ രുക്മിണി ആന്റി? നീ എന്താ ഈ ചൂലായിട്ട് വന്ന് നിൽക്കുന്നേ? ഞാൻ മുറിക്കകം തൂത്തു വരുമായിരുന്നു. ഇവിടെ ആരുമില്ലേ? ആരില്ലേന്ന്? ഇവിടെ നിന്റെ അച്ഛനും അമ്മയൊന്നും ഇല്ലേന്ന്? ഉണ്ടല്ലോ. എങ്കി അവരെ വിളിക്കേ. പറഞ്ഞാ പോരെ, അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ അവരെ വിളിക്ക് പ്രിയേ. അമ്മ, അച്ഛാ, ദേ രുക്മിണി ആന്റി വന്നിരിക്കുന്നു. ഈശ്വര, ഇനി എന്തെങ്കിലും പ്രശ്നമാണോ? എന്താ രുക്മിണി, വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാൻ അകത്തേക്കൊന്നും ഇരിക്കാൻ വന്നതല്ല രാധമേ. പിന്നെ വാടക പിരിക്കാൻ വന്നതാണോ? വാടകയൊക്കെ ഞങ്ങൾ തന്നാണല്ലോ. അല്ല ഇപ്പൊ പിന്നെ എന്താ ഇപ്പൊ ഇങ്ങോട്ടുള്ള വരവ്? ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. ആ സംസാരിച്ചോ? എന്താന്ന് വെച്ചാ പറഞ്ഞോ. രുക്മിണി ആരാ തടഞ്ഞത്? നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല. എന്റെ മകൾ വിവാഹപ്രായമായി നിൽക്കുക. നിങ്ങളുടെ മകൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്നിട്ടും എന്റെ മകൾ നിങ്ങളുടെ മകനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക. അത് ശരിയല്ല. അത് രുക്മിണി ഇവിടെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം രുക്മിണിയുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ മകനോട് പറഞ്ഞ് ഒന്ന് സംസാരിക്കാൻ പറ. എന്താ രുക്മിണി അങ്ങനെ പറയുന്നത്? ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് രമ്യയോട് സംസാരിച്ചിട്ടില്ലെന്നാണോ രുക്മിണി വിചാരിക്കുന്നത്? ആ കുട്ടിയോട് പറഞ്ഞ ആ കുട്ടിക്ക് മനസ്സിലാവണ്ടേ? അതെ, ഉള്ള കാര്യം പറയാലോ. ആദ്യമൊക്കെ ഞങ്ങളും രാജു രമ്യയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷേ അവൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കയറി വന്നാ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനും രമ്യയോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, രമ്യ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. അപ്പൊ രമ്യ പറയും, ഇത് രമ്യയുടെ വീടാണ്, ഇങ്ങോട്ടേക്ക് വരാനുള്ള അവകാശം രമ്യക്കുണ്ടെന്ന്. പിന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും എനിക്കറിയില്ല. എന്റെ മകളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ആഗ്രഹം ഇല്ലാതാവണം. അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതപ്പൊ നന്നായേ. നിങ്ങളുടെ മകളുടെ മനസ്സിൽ നിന്ന് ഞങ്ങളുടെ മകൻ പോകണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രുക്മിണി തന്നെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ രുക്മിണിയുടെ ഭർത്താവില്ലേ രവിപിള്ള, പിള്ളച്ചേട്ടനോട് പറ. ഞാൻ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു നോക്കി. എന്നിട്ടും ആ പെണ്ണിന് ഞാൻ പറയുന്നൊന്നും തലേ കേറുന്നില്ല. എങ്കിലേ നിങ്ങളുടെ മുഖം നല്ല അടിയുടെ കുറവാ. രുക്മിണി ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ കാര്യം നടക്കും. ദേ, ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് രുക്മിണി ഞങ്ങളോട് വന്ന് വഴക്കുണ്ടാക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരുമിച്ച് പോകേണ്ടവരാ നമ്മള്. അത് നിങ്ങൾ ഹരീഷിനെയും ശ്രീലക്ഷ്മിയെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. അതെ, നിങ്ങളുടെ ഈ ഒരു കുടുംബം കാരണം എന്റെ 2 മക്കളുടെയും ജീവിതമാ തൊലഞ്ഞത്. രുക്മിണി, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണോ? ദൈവമല്ലേ എല്ലാം നിശ്ചയിക്കുന്നത്? ഉണ്ടായിരുന്ന ഒരു മകനെ കയ്യും കലാശവും കാണിച്ച് അവള് കൊണ്ടുപോയി. മകളാണെങ്കിൽ ഒന്ന് കെട്ടിയ രാജുവിനെ മനസ്സിൽ ആഗ്രഹിച്ച് നടക്കോ? ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? നിങ്ങളൊന്നും ഒരു കാലത്തും നന്നാവില്ല. രുക്മിണി, രാവിലെ തന്നെ വീടിന്റെ മുറ്റത്ത് വന്ന് ശാപവാക്കുകളൊന്നും പറയരുത്. നിങ്ങൾ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ഇവിടെ നിന്ന് സംസാരിക്കരുത്. രുക്മിണി രമ്യയെ പറഞ്ഞ് മനസ്സിലാക്ക്. നമ്മൾ പറഞ്ഞാലും കേൾക്കൂല, സ്വന്തം അമ്മ പറഞ്ഞാലും കേൾക്കൂല, ആ കൊച്ച് ആര് പറഞ്ഞാലും കേൾക്കൂല. നിനക്കത് അറിയില്ലേടി? എന്തായാലും രുക്മിണി ഇവിടെ നിന്ന് ഇപ്പൊ പോണം. കാര്യം ഇത് നിങ്ങളുടെ വീടൊക്കെ തന്നെയാ. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും ശാപിക്കുന്നതും ഒട്ടും ശരിയല്ല. എല്ലാത്തിനും ദൈവം നിങ്ങളോട് ചോദിച്ചോളും. പിന്നെ സമാധാനായിട്ട് ജീവിക്കുന്നവരെ ചോദ്യം ചെയ്യലല്ലേ ദൈവത്തിന്റെ പണി. ഊണിലും ഉറക്കത്തിലും ഈശ്വരനെ വിചാരിച്ച് ജീവിക്കുന്നവരാ ഞങ്ങള്. ദൈവത്തിന് നിരക്കാത്തതായിട്ട്
ഒന്നും ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഉം. രുക്മിണി ചെല്ല. എന്തിനാമേ ഇത്? ഏ എടാ, യാമിനി എന്തായാലും പ്രതാപനോട് സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോ ഋതികയ്ക്കിട്ട് നമുക്കൊരു പണി കൊടുക്കാടാ. എന്ത് പണിയാമേ? എടാ, ഇത് ചൂട് ചായയല്ലേ, ഇതവളുടെ കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാമേ? അവക്കൊന്ന് പൊള്ളട്ടെടാ. പൊള്ളിട്ട്? എടാ, എന്നിട്ടേ നമുക്ക് യാമിനിയെ ഒന്ന് ഭീഷണിപ്പെടുത്താം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ഋതികയെ ഉപദ്രവിക്കുമെന്ന്. ആ, അത് കൊള്ളാമേ, നല്ല ഐഡിയ. ആ, ഋതികയെ ഉപദ്രവിക്കുന്നു പറഞ്ഞാ യാമിനി അമ്മായി സമ്മതിക്കും. എന്തു പറ്റി ചെറിയമ്മയ്ക്ക്? ചെറിയമ്മ എന്നോട് ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. എന്താ ചെറിയമ്മ? ഋതുമോളെ, എന്നോട് നീ സത്യം പറയണം. എന്തിനെ കുറിച്ചാ ചെറിയമ്മ? ഞാനതിന് ചെറിയമ്മയോടൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ ഋതിക മോളെ,